പോലീസ് നമ്മളെ കാത്തിരിക്കുന്നു. കൊറേ ആൾക്കാർ പോലെ കൊറേ ആൾക്കാർ ഇതെന്താ സംഭവം? ബീച്ച്, കോഴിക്കോട് ബീച്ച്. എടി ഇതെന്താ സംഭവം? അഖില ഇതെന്താ? എടി ഇത് മിക്കവാറും നെറ്റ് കട്ടാവും. ഇത് ആള് കൂടുതലല്ല, നെറ്റ് കട്ടാവും. കൊറേ സിം ഒരുമിച്ച് വരുമ്പോ കൊറേ സിം ഒരുമിച്ചുള്ള ഏരിയയിൽ നെറ്റ് കട്ടാവും. എടാ മുത്ത് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ് നമ്മളൊന്ന് എന്താ എൽ ബോഡി ഗാർഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കൈ ഇങ്ങനെ ഇത് സീനാവും. ജാസി ഔട്ട്ഫിറ്റോ? ജാസി മാറ്റാൻ മതി. എന്തായാലും അസുഖല്ല. ഐഷോ സ്പീഡ് അല്ല, ഇത് കേക്ക് ഐഷോ സ്പീഡ് 144p എന്ന് പറയുന്നുണ്ട്. സ്പീഡിന്റെ നമുക്കാരോ ഗിഫ്റ്റ് കൊണ്ട് തരുന്നുണ്ട്. എന്താ പേരെന്താ ഉടനെ വന്നിട്ട് സീനാവോ? പോലീസ് വരുമോ? നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? അങ്ങനെയാ എടുത്തോ. പാട്ട് ഡാൻസ് കളിക്കാൻ പോരാ? എടുത്തോ മോളെ. ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കാം മോളെ, പ്ലീസ്. ഞാനും ആലോചിക്കുന്നു. അപ്പൊ എന്താ ചെയ്യും? നമ്മളെ ചെക്കന്മാർ കുറച്ചൊക്കെ വന്നിട്ടില്ല. പ്രശ്നം കുറച്ച് സമയം സമാധാനത്തോടുകൂടി പിന്നെ സ്റ്റാർബക്സിനുള്ളിലേക്ക് ആൾക്കാരെല്ലാം സ്റ്റാർബക്സിൽ കയറിയിട്ട് സാധനങ്ങളെല്ലാം പൊട്ടും. ഞാൻ പുറത്ത് കുളിക്കുമ്പോ വന്നാൽ മതി, ഞാൻ റൗണ്ട് ചെയ്തരാം. ആരെങ്കിലും ഒരാൾ പറ. ഞാൻ അല്ല ഓനെ ഇറങ്ങാൻ ഗൈസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് താറ്റി ഇതാക്കാം. എനിവേസ് സമീപനം പാലിക്കുക. നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? സമീപനം പാലിക്കുക. എടാ നീ ഇത് പറഞ്ഞ ആരും സീരിയസ് ആയിട്ട് എടുക്കൂല. കാരണം നിന്റെ വേഷം അതാണ്. എടാ ഇത് സിഗ്നേച്ചർ ആണ്. ലൈവിന്റെ ഇടയിൽ ആരല്ല സാമാനിൽ പിടിച്ചില്ല. എന്താ പ്രശ്നം അറിയോ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. എടാ മുത്തേ, ഞാനൊരു കാര്യം പറ്റേ, ഞാൻ സമാധാനത്തിൽ IR ചെയ്യട്ടെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് IR ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാനെല്ലാം വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഇത് നിക്കാൻ സ്ഥലമില്ലാണ്ട് എന്താണ് ക്രൗഡ് പോളി എടാ ഇത് നോക്ക്, ചാറ്റിൽ മൊത്തം പോലീസ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സംയമനം പാലിക്കണം. ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് ബീച്ചിലൊന്ന് കാണട്ടെ പ്ലീസ്. ഓക്കെ, മനസ്സിലാവും. എന്തല്ല സുഖല്ല? എടുത്തോളൂ. സ്ഥലമാണ്. നമുക്ക് ആദ്യം മറ്റു സാധനം നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട് എന്നുള്ള സാധനം നിങ്ങളായിട്ടാണ് ചലഞ്ച് എന്നുള്ള സാധനമാണ് സ്പെൻഡിങ്. എന്ത് ചലഞ്ചാ? അതായതില്ലേ, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾക്കുള്ള ആർക്ക് പങ്കെടുക്കാം, പ്രൈസ് ഉണ്ടാവും അല്ലേ? പ്രൈസ് ഉണ്ടാവും. സ്ഥലം വേണം, എന്നാലേ നടക്കും. ഇത് ഞാൻ പറയുന്ന IR കൊളായി. അതാന്ന് എനിക്ക് വന്ന് IR കൊളായി. അതാ സംഭവം.
ഇത് നമ്മള് വിചാരിച്ച പോലെ അല്ല നടന്നത്. നമ്മള് വിചാരിച്ച പോലെ അല്ല ഞാൻ എനിക്ക് നടക്കാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് എന്തെങ്കിലും ഓരോ ഷോപ്പിൽ കയറി ഫുഡെല്ലാം കഴിച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടായില്ലേ. എടാ മുത്തേ, നമുക്ക് 2-3 ആക്ടിവിറ്റീസും ചലഞ്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാരും അപ്പൊ ഒന്ന് എന്തായാലും നിങ്ങൾ സിംഗിൾ സെറ്റ് ചെയ്താലേ കാര്യം നടക്കൂ. എടാ റൗണ്ട് ആക്കി ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് പ്ലീസ് പ്ലീസ് റൗണ്ട് ചെറിയ റൗണ്ട് ചെറിയ റൗണ്ട്. എടാ നമ്മളെ ക്യാമറ സൈസ് കൊടുക്കണേ. ചെറിയ റൗണ്ട് ചെറിയ റൗണ്ട്. എന്തൊരു കോമാളിയാണ് ഇവൻ. എടാ ഞാൻ നിന്നെ പോലെ തെരുവിലെ കോമാളിയല്ലടാ, തെരുവ് നടക്കാനാ. ഇവരെന്തായാലും എന്ത് ഡ്രസ് എന്താ കളിക്കുന്നത് നമ്മളെ കൂടി നാളെ കൊടുത്ത് എനിക്ക് കൊറേ ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇനി അടുത്തൊരാൾ ആഗ്രഹം ചോദിക്കും. ഐഡിയ ബാക്കിൽ മൊത്തം ഒരു 10 വണ്ടി ആൾക്കാർ UDF മറ്റേ മാർക്കറ്റിലൊക്കെ പരിപാടി നടത്തി എങ്ങനെ ഉണ്ടാവും ബാക്കില് അതേ വണ്ടി നോക്കി അതിന് പോയിട്ട് ഒരേ മറ്റേ തൈലം വെച്ചിട്ട് ഒരു മസാജ് ചെയ്യണം ശരീരം മൊത്തം. എനിക്ക് എടെല്ലാം ഉള്ളതുകൊണ്ട് എവിടെല്ലോ ബേക്കില് കുണ്ടീന്റെ എന്റെ കുണ്ടിക്കാരെ പിച്ചടാ. കുണ്ടിക്കല്ല ജാസിന്റെ ചുന്നാമണിയും കാര്യം ഇതേ ഓൾറെഡി ഞാനൊരു കുണ്ടെന്നുള്ള ലേബൽ ഉണ്ടോണ്ടെന്ന് അറിയില്ല. ആറിലോ പിടിച്ച് നമുക്ക് എന്തോലും ആയിപ്പോയി തോർത്തു പോയി. അടി കൂടെ കഴിയട്ടല്ല. ബോളിലും തൊട്ടില്ല. നൈസുമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. IR ചെയ്യുമ്പോ സ്പീഡ് ചെയ്യുന്ന പോലെ ചെയ്യണം. അതാണ് IR. സ്പീഡിന് കറക്റ്റ് ഒരു ടീമുണ്ട്. നമുക്കുള്ളത് ആരാ? ബോണ്ട മുഹമ്മദും നീയുവാന്നുള്ളത് അല്ല. എല്ലാം ഞാൻ പറഞ്ഞതാ ഞാൻ വിളിക്കാന്ന്. അല്ലല്ല അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. എടാ ഇതെന്താ ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഏരിയയിലേക്ക് വേണ്ട ഒന്നും വേണ്ട പോലെ നമുക്ക് ആരും ഇല്ലാത്ത ഏരിയയിലേക്ക് പോവാം. രാഷ്ട്രീയ പാർട്ടി നമ്മൾ ബാഗ് ആക്കി കഴിഞ്ഞാൽ നല്ല ഇതാ. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് സെറ്റ് ആക്കാനും വിചാരിച്ചു. നമ്മളെന്തെല്ലാം പ്ലാൻ ചെയ്താൽ എന്തെല്ലാം ചാലഞ്ച്, ഫുഡ് ചാലഞ്ച്, മറ്റേ പൈസ കൊടുത്തിട്ടുള്ള സംഭവം, ആൾക്കാർക്ക് പിന്നെ ഡാൻസ്, അത് ഇത്. നമ്മളെ പിടിക്കാനല്ല, ബീച്ചിലേക്ക് വരുന്നേന്ന്. ബീച്ചിലേക്ക് നമ്മളുണ്ട്. സ്റ്റാർബക്സിന്റെ അവിടെ നിൽക്കുമ്പോഴേ വിളിക്കുന്ന റാമ്പോ ഈ വണ്ടി ഇടുകയാണ് അവിടെ നിന്നിട്ട് കയറി. ഞാൻ പറഞ്ഞേക്ക് ഇവിടെ സൈഡാക്ക്. ഇവിടെ ഒരു ബിൽഡിംഗ് വരുമ്പോ ആ ബിൽഡിംഗിൽ കയറ്റി ഇട്ടാ ഇവിടെ ഇപ്പൊ ഒരു ലൈറ്റ് നേരെ പാർട്ടി കയറാം. നോക്കാം. എടാ നമ്മളിവിടെ ഇറങ്ങാം. നിന്നിട്ടില്ല പെട്ടെന്ന് എല്ലാവരും ഇറങ്ങണ. എന്നിട്ട് റാമ വണ്ടി എടുത്ത് പോയിക്കോട്ടെ. പെട്ടെന്ന് ആ മഞ്ഞ പോലീസ് നമ്മളെ കാത്തിരിക്കുന്നു. കൊറേ ആൾക്കാർ പോലെ കൊറേ ആൾക്കാർ ശരിക്കും. ഞാൻ എനിക്കെന്താ തോന്നറിയോ, ഈ സോംബി അപ്പോക്കലിപ്സ് സോംബി മൂവീസ് ഉണ്ട്. ഈ സോംബി മൂവീസിൽ സോംബികളെ പഠിച്ചിട്ട് നമ്മള് അതേ സിറ്റ് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നു. പോലീസുകാരും കൂടി കറക്റ്റ് പോലീസ് അതിന് ഒന്നിച്ചു വന്നു. റാംബോനെ വിളിച്ച് ചോദിച്ചേ. റാംബോനെ പൊക്കിയിട്ടുണ്ടാവും. റാംബോനെ പിള്ളേരെല്ലാം കൂടി പൊക്കിയിട്ടുണ്ടാവും. പിള്ളേരുടെ പോലീസും അതിന്റെ വണ്ടി വേക്കി പോയിട്ട് പോലീസ് നമ്മളെന്താക്കിയാലോ, നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് റാംബോ വണ്ടി എടുത്ത് നേരെ പോയി. പോലീസ് അവന്റെ വേക്കുന്ന പോയി. അതായത് മറ്റേ മോഹൻലാലിന്റെ സിനിമല്ലേ, മോഹൻലാല് മറ്റേ പോലീസ് വന്നോ പോലീസ് ലൈവ് ഒന്നും കാണൂല. സൂപ്പർ ചാറ്റ് ചെയ്തില്ലേ, അത് ഫേക്കാണ്. പോലീസിന്റെ ലൈവ് കാണൂല, പേടിക്കണം. അല്ല ഇത് നമ്മളെന്താ തെറ്റ് ചെയ്തത്? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ.
നമ്മള് ജസ്റ്റ് ഒരു ലൈവ് കോഴിക്കോട് ബീച്ചിൽ ഇട്ടു. അതിന് ആൾക്കാർ വന്നത് നമ്മളെ പ്രശ്നം. ഷാനി വിളിക്കുന്നുണ്ട്. ഷാനി പുറത്തായി പോയിട്ട് വിളിക്കുക. ഇല്ല ഷാനി, ഇല്ല നടക്കൂല ഷാനി, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. നീ വിളിച്ചിട്ട് കാര്യമില്ല ഷാനി, എടുക്കൂല. ഇവന്റെ ചങ്ങായി ഫ്രണ്ട്. നിനക്കൊരു നാണുണ്ടാണ് നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ നീ അവിടെ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട്